ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ സോൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. യു ഹാവ് റീഡ് ദ സ്റ്റോറി സോൾട്ട് ഇൻ ഹിസ് ഷൂസ്. അപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലേ സോൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്ന് പറയുന്ന സ്റ്റോറി. ഹാവൻ യു? ഇല്ലേ? ഉണ്ട്. നൗ ലെറ്റ് us പ്ലേ എ ഗെയിം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഗെയിം അത് കളിക്കാം. റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി. അപ്പോൾ താഴെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, നിർദ്ദേശങ്ങൾ. അപ്പോൾ അത് കെയർഫുള്ളായിട്ട് വായിക്കുക. ഇത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. വൺ ഓഫ് യു മേ സിറ്റ് ഇൻ ദ ഹോട്ട് സീറ്റ് ടേക്കിംഗ് ദ റോൾ ഓഫ് എനി ഫേമസ് സ്പോർട്സ് സ്റ്റാർ. അതായത് നിങ്ങളിൽ ഒരാൾ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് സ്റ്റാറായിട്ട് മാറാം. ആ ഒരു റോള് നിങ്ങൾ എടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിരാട് കോഹ്ലിയോ അല്ലെങ്കിൽ സച്ചിനോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഹോട്ട് സീറ്റിൽ ഇരിക്കാം. യുവർ ഫ്രണ്ട്സ് വിൽ ആസ്ക് യു സം ക്വസ്റ്റ്യൻസ്. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് ഈ ഒരു ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയെയും റിലേറ്റഡ് ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഫ്രണ്ട്സ് തയ്യാറാക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ ഒരു ആളുടെ ലൈഫിലുള്ള ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്താണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ എന്താണ് പിന്നെ ഗെയിമിൻ്റെ ഇടയ്ക്ക് സംഭവിച്ച എന്തെങ്കിലും ഒരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ പിന്നെ ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള കാര്യം, ഒരു ഗെയിം വിൻ ചെയ്തപ്പം ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. യു മേ ആൻസർ ദം അപ്രോപ്രിയേറ്റ്ലി. നിങ്ങൾ ഉചിതമായ ഒരു ആൻസർ തന്നെ അവർക്ക് കൊടുക്കണം. റിപ്പീറ്റ് ദ ഗെയിം ചേഞ്ചിങ് ദ റോൾസ്. അപ്പോൾ റോൾസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരു ഗെയിം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാം. അതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി. അത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് ആക്ടിവിറ്റി നോക്കാം. ഇതും ക്ലാസ്സിൽ ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ് കേട്ടോ. യു ഹാവ് ലിസൺ ടു ദ സ്റ്റോറി. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റോറി ലിസൺ ചെയ്തു. നൗ സിറ്റ് ഇൻ 2 ഗ്രൂപ്പ്സ്. ഇനി നിങ്ങൾ ക്ലാസ് തന്നെ 2 ഗ്രൂപ്പായിട്ട് തിരിയുക. യുവർ ടീച്ചർ വിൽ റീഡ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് എ സെൻറ്റൻസ്. നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് ഒരു സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് പാർട്ട് വായിച്ചു തരും. യു മേ ആഡ് ദ റിമൈനിങ് പാർട്ട്. നിങ്ങൾ അതിൻ്റെ ബാക്കി ഭാഗം ആഡ് ചെയ്യണം. ആസ് ക്വിക്ക് ആസ് യു ക്യാൻ. നിങ്ങൾക്ക് കഴിയുന്നത്ര വേഗത്തിൽ തന്നെ ആൻസർ ചെയ്യുക. ഇഫ് ദ ഫസ്റ്റ് ഗ്രൂപ്പ് ഫെയിൽസ്. ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് ഫെയിൽ ആവുകയാണ്, അവർക്ക് പറയാൻ കഴിഞ്ഞില്ല, അങ്ങനെ വരികയാണെങ്കിൽ ദ ചാൻസ് വിൽ പാസ് ടു ദ സെക്കൻഡ് ഗ്രൂപ്പ്. അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് ആ ഒരു ചാൻസ് എന്ത് ചെയ്യും? പാസ് ചെയ്യും. അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിന് പറയാം. ഇപ്പോൾ സപ്പോസ് ഗ്രൂപ്പിൻ്റെ പേര് എയും ബിയും ആണെങ്കിൽ എക്ക് കൊടുത്ത ചാൻസിൽ അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു ചാൻസ് ആർക്ക് പാസ് ചെയ്യും? ബി ഗ്രൂപ്പിന് പാസ് ചെയ്യും. എന്നിട്ട് ബി ഗ്രൂപ്പിന് അത് ആൻസർ ചെയ്യാം. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ആക്ടിവിറ്റി 3 നോക്കാം. കംപ്ലീറ്റ് ദ വേർഡ് വെബ് യൂസിങ് വേർഡ്സ് ഫോർ ദ മൂവ്മെൻറ്റ്സ് മെയ്ഡ് ഇൻ ദ ബാസ്കറ്റ്ബോൾ ഗെയിം. അപ്പം ഇവിടെ താഴെ നമുക്കൊരു വേർഡ് വെബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്യണം. എന്ത് യൂസ് ചെയ്തിട്ടാണ് ഫില്ല് ചെയ്യേണ്ടത്? ബാസ്കറ്റ്ബോൾ ഗെയിമിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, ബൗൺസ്. നെക്സ്റ്റ് നമുക്ക് എന്ത് കൊടുക്കാം? പാസിങ് കൊടുക്കാം അല്ലേ? പാസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് അടുത്ത ആളുടെ കയ്യിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? പാസിങ് എന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് ലേയപ്പ് കൊടുക്കാം. അത് ആ ഒരു നെറ്റിൽ ബോൾ ഇടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം? ലേയപ്പ് എന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് സ്പിന്ന് കൊടുക്കാം. സ്പിന്ന് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരിക്കില്ലേ, അതാണ് സ്പിൻ എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് എന്ത് കൊടുക്കാം? ഡ്രിബ്ലിംഗ്. ഡ്രിബ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ത് ഇങ്ങനെ തട്ടി തട്ടി നീക്കുക എന്നുള്ളതാണ്. അവസാനത്തെ നമുക്ക് സ്പ്രിൻറ്റിങ് കൊടുക്കാം. സ്പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിവേഗത്തിൽ ഓടില്ലേ, അതിനാണ് സ്പ്രിൻറ്റിംഗ് എന്ന് പറയാം. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. പേജ് നമ്പർ 107. അപ്പോൾ ആക്ടിവിറ്റി 4 ആണ്. റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസസ് അബൌട്ട് മൈക്കിൾ. മൈക്കിളിനെ കുറിച്ച് കുറച്ച് സെൻറ്റൻസസ് എഴുതാനാണ് പറയുന്നത്. യു ക്യാൻ യൂസ് ദ വേർഡ്സ് ഇൻ ദ വേർഡ് ക്ലൗഡ്. വേർഡ് ക്ലൗഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? താഴെ നമുക്ക് കാണാം അല്ലേ? ക്ലൗഡ് എന്ന് പറഞ്ഞാൽ മേഘം. അപ്പോൾ വേർഡ്സിൻ്റെ ഒരു ക്ലൗഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് സെൻറ്റൻസ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? മൈക്കിൾ ജോർദാൻ വാസ് എ ഫേമസ് ബാസ്കറ്റ്ബോൾ പ്ലെയർ. അപ്പോൾ മൈക്കിൾ ജോർദാൻ എന്താണ്? ഒരു ഫേമസ് ആയിട്ടുള്ള ബാസ്കറ്റ്ബോൾ പ്ലെയർ ആണ്. ഈ വേർഡ് ക്ലൗഡിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? USA, ബോൺ, വർക്ക്ഡ്, ബിക്കം, മൈക്കിൾ ജോർദാൻ, ബാസ്കറ്റ്ബോൾ, ഫേമസ്, അങ്ങനെ ഷഫിൾ ചെയ്തിട്ടാണ് വേർഡ്സ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് വേർഡ്സ് എടുത്തിട്ട് സെൻറ്റൻസസ് ആക്കണം. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ? മൈക്കിൾ ജോർദാൻ വാസ് എ ഫേമസ് ബാസ്കറ്റ്ബോൾ പ്ലെയർ. അതിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം എന്താണ്? ഒരു ഫേമസ് ആയിട്ടുള്ള ബാസ്കറ്റ്ബോൾ പ്ലെയർ ആണ്. മൈക്കിൾ ജോർദാൻ വാസ് ബോൺ ഇൻ USA.
എവിടെയാണ് ജനിച്ചത്? USA-ലാണ്. ഹി വർക്ക്ഡ് ഹാർഡ് ആൻഡ് ബിക്കെയിം എ ഫേമസ് ബാസ്കറ്റ്ബോൾ പ്ലെയർ. അദ്ദേഹം എന്താണ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, കഠിനാധ്വാനം ചെയ്തു, എന്നിട്ട് ഒരു ഫേമസ് ആയിട്ടുള്ള ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയി മാറി. ഹിസ് മദർ ഹെൽപ്ഡ് ഹിം എ ലോട്ട്. അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഹിസ് ഫാമിലി മെമ്പേഴ്സ് ഹെൽപ്ഡ് ഹിം ടു അച്ചീവ് ഹിസ് ഡ്രീംസ്. അദ്ദേഹത്തിൻ്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെയോ മൈക്കൽ ജോർദാൻ ബിക്കെയിം വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ബാസ്കറ്റ്ബോൾ പ്ലെയേഴ്സ് ഓഫ് ഓൾ ടൈം. എക്കാലത്തെയും പ്രശസ്തനായ ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിട്ട് ആര് മാറി? മൈക്കൽ ജോർദാൻ മാറി. അപ്പോൾ ഈ സെൻറ്റൻസസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു വേർഡ് ക്ലൗഡിലെ വേർഡ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് സെൻറ്റൻസസ് ഈ ഒരു വേർഡ് ക്ലൗഡ് വെച്ചിട്ട് ഉണ്ടാക്കാൻ കഴിയും. അപ്പം അത് നിങ്ങൾ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇത്രയാണ് കൊടുക്കുന്നത്. ആക്ടിവിറ്റി 5 നോക്കാം. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസസ് വായിക്കാനാണ്. ഈ സെൻറ്റൻസ് വായിച്ചിട്ടാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. മൈക്കിൾസ് പ്രോബ്ലം വാസ് ദാറ്റ് ഹി വാസ് ടു ഷോർട്ട്. മൈക്കിളിൻ്റെ പ്രോബ്ലം എന്താണ്? അവൻ വളരെ ഷോർട്ടാണ്, ചെറുതാണ് എന്നുള്ളതാണ്. ഹി വാസ് നോട്ട് സോ ടോൾ ആസ് മാർക്ക്. അവൻ എന്താണ്? മാർക്കിൻ്റെ അത്രയും ടോൾ അല്ല, ഉയരം ഇല്ല അല്ലേ? ടോൾ എന്ന് പറയുന്നതിൻ്റെ അടിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം വെച്ചിട്ടാണ് ഇവിടെ ഫിൽ ചെയ്യേണ്ടത്. ഹിസ് ഫാദർ ടോൾഡ് ഹിം ബീയിങ് ടോളർ മേ ഹെൽപ്പ് യു പ്ലേ എ ലിറ്റിൽ ബെറ്റർ. അപ്പോൾ അച്ഛൻ അവനോട് പറയുകയാണ് ബീയിങ് ടോളർ, ഒരുപാട് ഉയരമുണ്ടെന്ന് വെച്ചിട്ട് അത് നിന്നെ ഒരുപക്ഷെ നീ കളിക്കുന്നതിൽ കുറച്ചൊന്ന് ബെറ്റർ ആക്കിയേക്കാം. ബട്ട് നോട്ട് സോ മച്ച് ആസ് പ്രാക്ടീസ് ഡിറ്റർമിനേഷൻ ആൻഡ് ഗിവിങ് യുവർ ബെസ്റ്റ് വിൽ. എന്നാൽ നിൻ്റെ പ്രാക്ടീസ്, പരിശീലനവും അതുപോലെ ഡിറ്റർമിനേഷൻ, നിശ്ചയദാർഢ്യവും അതൊക്കെ കൊണ്ട് നീ നേടുന്നതിനേക്കാൾ കൂടുതലൊന്നും എന്താണ് കുറച്ചൊന്ന് ഹൈറ്റ് വെച്ചൊന്ന് വെച്ചിട്ട് നേടാനില്ല എന്ന് വെച്ചാൽ പറയാണ്. മാർക്ക് വാസ് ദ ടോളസ്റ്റ് ബോയ് ഓൺ ദ കോർട്ട്. ആ ഒരു കളിസ്ഥലത്ത് ടോളസ്റ്റ് ആയിട്ടുള്ള ബോയ് മാർക്കാണ്. അതായത് ഏറ്റവും ഉയരമുള്ള ബോയ് ആരാണ്? മാർക്കാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ടോള്, അതുപോലെ ടോളർ, ടോളസ്റ്റ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു വേർഡ്സ് ആണ് യൂസ് ചെയ്തിട്ട് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസസ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. യു മേ നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ദേ ആർ അബൌട്ട് ദ അപ്പിയറൻസ് ഓഫ് മൈക്കിൾ ആൻഡ് മാർക്ക്. മൈക്കിളിൻ്റെയും മാർക്കിൻ്റെ അപ്പിയറൻസസ് ആണ് പറയുന്നത്. ഒരാൾ എന്താണ്? ഹൈറ്റ് ഉള്ളതുമാണ്. മാർക്കിന് എന്താണ്? നല്ല ഹൈറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ മൈക്കിളിന് എന്താണ്? അത്ര ഹൈറ്റ് ഇല്ല. നൗ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് നോക്കുക. ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. അപ്പം താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് എന്ത് ചെയ്യണം? നമ്മൾ ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പം ഇവിടെ എന്തൊക്കെ പിക്ചറാണുള്ളത്? ഒരു മാംഗോ ട്രീ ഉണ്ട്. പിന്നെ രണ്ടാമത്തേത് എന്താണ്? ജാക്ക് ഫ്രൂട്ട് ട്രീ ആണ്. മൂന്നാമത്തേത് ഏതാണ്? കോക്കനട്ട് ട്രീ ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? മാംഗോ ട്രീ ആണ് അല്ലേ? അതിൻ്റെ വലുത് ജാക്ക് ഫ്രൂട്ട്, ഏറ്റവും ഉയരമുള്ളത് ഏതാണ്? കോക്കനട്ട് ട്രീ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് ഫില്ല് ചെയ്യാം. ഐ എം എ മാംഗോ ട്രീ. അപ്പോൾ മാംഗോ ട്രീ പറയാണ് ഞാനൊരു മാംഗോ ട്രീ ആണ്. മാവ്. ഇനിയാണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള സെൻറ്റൻസ് വരുന്നത്. ഐ എം ഡാഷ് ദാൻ ദ ജാക്ക് ഫ്രൂട്ട് ട്രീ. ഞാൻ എന്താണ്? ജാക്ക് ഫ്രൂട്ട് ട്രീനേക്കാളും വലുതാണോ ചെറുതാണോ? ചെറുതാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ഐ ആം സ്മോളർ ദാൻ ദ ജാക്ക് ഫ്രൂട്ട് ട്രീ. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. ഐ ആം ദ ഡാഷ് എമംഗ് ദ 3 ട്രീസ്. ഞാനാണ് ഈ 3 മരങ്ങളിൽ ഏറ്റവും ചെറുത് എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ എന്താ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്? ഐ ആം ദ സ്മോളസ്റ്റ് എമംഗ് ദ 3 ട്രീസ്. നെക്സ്റ്റ് എന്താണ്? ഐ ആം എ ജാക്ക് ഫ്രൂട്ട് ട്രീ. ഞാൻ എന്താണ്? ഒരു ജാക്ക് ഫ്രൂട്ട് ട്രീ ആണ്, പ്ലാവ്. ഓക്കെ. ഐ ആം ടോളർ ദാൻ ദ മാംഗോ ട്രീ. ഞാൻ എന്താണ്? മാവിനേക്കാളും മാംഗോ ട്രീനേക്കാളും ടോളറാണ്, ഹൈറ്റ് ഉള്ളതാണ്. നെക്സ്റ്റ് ആരാ പറയുന്നത്? ഐ ആം എ കോക്കനട്ട് ട്രീ. ഞാനൊരു കോക്കനട്ട് ട്രീ ആണ്, തെങ്ങാണ്. ഐ ആം ഡാഷ് ദാൻ ദ ജാക്ക് ഫ്രൂട്ട് ട്രീ. അപ്പോൾ നമ്മൾ എന്താ ഫില്ല് ചെയ്യേണ്ടത്? ഐ ആം ടോളർ ദാൻ ദ ജാക്ക് ഫ്രൂട്ട് ട്രീ. ഞാൻ എന്താണ്? ജാക്ക് ഫ്രൂട്ട് ട്രീനേക്കാളും വലുതാണ്. പിന്നെ എന്താ പറയുന്നത്? ഐ ആം ദ ഡാഷ് എമംഗ് ദ 3 ട്രീസ്. എന്താ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്? ഏറ്റവും ഉയരം കൂടിയതാണ് അല്ലേ കോക്കനട്ട് ട്രീ. അപ്പോൾ ഐ ആം ദ ടോളസ്റ്റ് എമംഗ് ദ 3 ട്രീസ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 5 ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.